നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമോ? ഇതാണ് നിലവിൽ ഉയരുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടിയുമായി ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കുന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് അബിൻ വർക്കിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ ഉചിതമായ സമയത്ത് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഇല്ല എന്നുമാണ് അബിൻ വർക്കി പ്രതികരിച്ചിരിക്കുന്നത്. രാഹുലിനെ പുറത്താക്കിയ ഘടകത്തിലും തിരിച്ചെടുക്കേണ്ട ഘടകത്തിലും താനില്ല. വ്യക്തിപരമായ താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഇല്ല എന്നാണ് അബിൻ വർക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. തനിക്ക് അതിൽ അഭിപ്രായം പറയേണ്ട അവകാശമില്ല എന്നാണ് അബിൻ വർക്കി പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 4-നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതികളുടെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത്. രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പക്ഷേ പാലക്കാട് MLA സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് കോൺഗ്രസ് പിന്തുണച്ചിരുന്നില്ല. മാതൃകാപരമായ നടപടി എന്നോളം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നും MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു കോൺഗ്രസ് എടുത്ത നിലപാട്. എന്തായാലും അബിൻ വർക്കി പ്രതികരിച്ചത് ഇപ്രകാരമാണ്. ഇവരുടെ പ്രതികരണത്തിൽ നിന്നും രാഹുലിന് പാർട്ടിയിലേക്ക് തിരികെ വരാനുള്ള ഒരു വഴി ഒരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യം കൂടി നിലവിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വാക്കുകൾ, താൻ വളരെ വേദനയോടെ എടുത്ത ഒരു തീരുമാനമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത്. മാത്രമല്ല, തെറ്റ് തിരുത്തി അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയിച്ച് തിരികെ വന്നാൽ പാർട്ടിയിലേക്ക് രാഹുലിനെ സ്വീകരിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന തീരുമാനം ചങ്കുപൊട്ടി എടുത്തതാണ്, ഉള്ളു നേറി എടുത്തതാണ്. പക്ഷേ എല്ലാവരും കൂട്ടത്തോടെ എടുത്ത തീരുമാനമായിരുന്നു. അവസാനം താൻ മാത്രം കുറ്റക്കാരനായി, താനാണ് പിടിച്ച പിടിയെ രാഹുലിനെ പുറത്താക്കിയതെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ശ്രീകണ്ഠൻ MPയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ശരിയായിരുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂടിക്കാഴ്ച നടത്തിക്കൂടുന്നുണ്ടോ, രാഹുലിനെ കണ്ട താനും സംസാരിക്കുമല്ലോ എന്ന തരത്തിൽ VD സതീശൻ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് വളരെ ശ്രദ്ധേയമാകുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ സമയത്ത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ പുറത്താക്കിയത്, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കിയത്. ഇനി അറബിക്കടൽ ഇളകി വന്നാലും ജനക്കൂട്ടം ഇളകി വന്നാലും ആ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം, കർക്കശ നിലപാട് സ്വീകരിച്ചു കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഇപ്പോൾ അതിലൊരു അയവ് വരുത്തുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ പോലും ഒരു അയവുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമോ, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിനുള്ളിൽ ചൂടുപിടിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചില വീഡിയോകളിലൂടെ രംഗത്ത് വന്നിരുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്ന ഏറ്റവും അവസാനമായി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോടായിരുന്നു. ആ വീഡിയോയിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വീഡിയോ പങ്കുവെച്ച്. ആ വീഡിയോയിലെ രാഹുലിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അപ്പോഴേ നാളെയാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ അടുത്ത 5 വർഷക്കാലം നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുവാൻ പോകുന്ന സർക്കാർ ആര് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ്. അങ്ങനെയുള്ളപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളെ ദ്രോഹിച്ച സർക്കാരിൻ്റെ കെടുതികൾ നമുക്കൊന്ന് ഓർത്തെടുക്കണ്ടേ? ഓർക്കുന്നില്ലേ? PSC പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷവും ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഭിക്ഷയാചിച്ചും കയ്യിൽ കർപ്പൂരമേന്തിയും ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നിട്ട് നമ്മളെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലുള്ള SFIക്കാർക്ക് പിൻവാതിലൂടെ ലക്ഷക്കണക്കിന് പാർട്ടിക്കാരെ തിരികെ കയറ്റിയ സർക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയും? ഉപ്പിനും മുളകിനും തൊട്ട് അവശ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം സൃഷ്ടിച്ച ഒരു സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും പേരിൽ നടത്തുന്ന കൊള്ള കൂടാതെ ഇവിടുത്തെ സംസ്ഥാന ടാക്സിന്റെ പേരിലുള്ള എക്സ്ട്രാ കൊള്ളയും അതുകൂടാതെയുള്ള സെസ് എന്ന പേരിൽ പെൻഷൻ കൊടുക്കുവാനെന്ന വ്യാജേന നടത്തിയ അധിക കൊള്ളയും നമുക്ക് മറക്കുവാൻ കഴിയുമോ? എന്നിട്ട് പാവപ്പെട്ട പെൻഷൻ ബെനിഫിഷ്യറീസിന് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുത്തോ? ഇല്ല. KSRTC കട്ടപ്പുറത്താക്കില്ലേ ആക്കി. അരിപ്പടി കൊണ്ട് നിർമ്മിച്ച സ്കൂളുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സ്കൂളുകളെ കേരളത്തിന്റെ ലഹരി മാഫിയ കയ്യേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത പോലീസിന്റെ നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടു. ആ പോലീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന ചെറുപ്പക്കാരെ ലാത്തിക്കെറിഞ്ഞ് വീഴ്ത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയ വരാപ്പുഴയിലെ ശ്രീജിത്തിനെ, നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന പോലീസിനെ നമ്മൾ കണ്ടു. മൊബൈൽ മോഷ്ടിച്ചു വന്ന വ്യാജന ഒരു പിഞ്ചു കുഞ്ഞെ അപമാനിച്ച പിങ്ക് പോലീസിന്റെ ക്രൂരതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നക്സൽ വേട്ടയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആദിവാസികൾക്ക് നേരെ നടത്തിയ പോലീസുകാരുടെ ക്രൂരമായ ലാത്തി ചാർജും അതുപോലെ തന്നെയുള്ള എൻകൗണ്ടറുകളും കേരളം സാക്ഷ്യം വഹിച്ചു. വർഗീയത പറയുന്നവരെ ഒപ്പം കൂട്ടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ഒരു വർഗീയവാദിയായി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. സ്ത്രീ സുരക്ഷയെ PR-ന് വേണ്ടിയിട്ടും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുവാനും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും യഥാർത്ഥ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്ത സർക്കാർ. പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട ആശാവർക്കർക്കും അംഗനവാടി ജീവനക്കാർക്ക് മിനിമം ശമ്പളം പോലും കൊടുക്കാതെ അവരെ സെക്രട്ടേറിയറ്റിലേക്ക് സമരത്തിന് വർഷങ്ങളോളം പറഞ്ഞുവിട്ട സർക്കാർ.
ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിക്കുവാനായി ചുരം കയറി ചെന്ന സിദ്ധാർത്ഥനെ ഉരുട്ടിക്കൊന്ന SFIക്കാരന്റെ ഇടിമുറികളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിന് ശവമഞ്ചം ഒരുക്കുകയും മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തുകയും ചെയ്ത SFIക്കാരന്റെ ഗുരുതെന്ന് നമുക്ക് മറക്കുവാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ബാലറ്റ് വിഴുങ്ങുന്ന SFIക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയും. പാവപ്പെട്ടവന് ലൈഫിലൂടെ വീട് നൽകാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിന് ക്ലിഫ് ഹൗസിൽ 42 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത സർക്കാരിന്റെ ദൂർത്തും ഇരട്ടത്താപം നമുക്ക് മറക്കുവാൻ കഴിയും. പാർട്ടി അനുഭാവി ആയിരുന്നിട്ട് കൂടി ADM നവീൻ ബാബുവിനെ ക്രൂരമായി അധിക്ഷേപിച്ച് കൊലപ്പെടുത്തിയ CPM നേതൃത്വത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. CPMകാർ സമരം ചെയ്ത് പൂട്ടിച്ച കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയുമോ? ആന്തൂർ സാജനെ കൊന്നതിന് ശേഷം ആ സാജന്റെ ഭാര്യയെ പോലും അധിക്ഷേപിച്ചത് നമുക്ക് മറക്കുവാൻ കഴിയും. ശരത് ലാലിനെയും കൃപേഷിനെയും ഷുഹൈബിനെയും അരിയിൽ ഷുക്കൂറിനെയും കൊന്നൊടുക്കിയ CPMന്റെ നരാധമ രാഷ്ട്രീയത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. അഭിമന്യുവിനെ മറന്ന് SDPIയുമായിട്ട് കൂട്ടുകൂടുകയും ധൻരാജിനെ മറന്ന് RSSുമായി കൂട്ടുകൂടുകയും ചെയ്ത CPMന്റെ വർഗീയ രാഷ്ട്രീയ പ്രീണനത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. 2016 കേരളത്തിന്റെ ആകെ കടം 1,60,000 നിന്ന് 2026 ആകുമ്പോഴത്തേക്കും 4,60,000 വർദ്ധിപ്പിച്ച് കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ട കേരള സർക്കാരിന്റെ സാമ്പത്തിക ദൂരത്തിനെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും. വെള്ളക്കരം വർദ്ധിപ്പിച്ച, വീട്ടുകരം വർദ്ധിപ്പിച്ച, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച, ബസ് ചാർജ് വർദ്ധിപ്പിച്ച, കോർട്ട് ഫീസ് ചാർജ് വർദ്ധിപ്പിച്ച, ബർത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ച ഈ സർക്കാരിന് നമുക്ക് മറക്കുവാൻ കഴിയും. കാട്ടാനകളും കാട്ടുമൃഗങ്ങളും നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ പട്ടാപ്പകൽ ചവിട്ടിക്കൊല്ലുന്ന കാഴ്ച നമുക്ക് മറക്കുവാൻ കഴിയും. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ കൃഷിയെ നശിപ്പിക്കുന്ന കാഴ്ച, ആ കാഴ്ചയെ നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുന്ന സർക്കാരിന്റെ മനോഭാവത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ ശിവശങ്കറിനെയും ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയ മുഖ്യമന്ത്രി ഇടങ്കൈയായ പത്മകുമാറിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? സ്വർണ്ണക്കടത്തിനെ നമുക്ക് മറക്കുവാൻ കഴിയും. ശബരിമലയിലെ വിശ്വാസികളെ വേദനിപ്പിച്ച, ക്രിസ്തുമത വിശ്വാസികളെ വേദനിപ്പിച്ച, ഇസ്ലാം മത വിശ്വാസികളെ വേദനിപ്പിച്ച, വിശ്വാസത്തെ തന്നെ വേദനിപ്പിച്ച ഒരു സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയും. ചരിത്രത്തിലാദ്യമായി ശമ്പളം കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ KSRTC ജീവനക്കാർ ആത്മഹത്യ ചെയ്തത് നമുക്ക് മറക്കുവാൻ കഴിയുമോ? കൃത്യമായി 1-ാം തീയതി ശമ്പളം കിട്ടാത്ത KSRTC ജീവനക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? സ്വിഫ്റ്റ് കമ്പനി ഏൽപ്പിച്ച് KSRTC കട്ടപ്പുറത്താക്കിയ സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? വയനാട് ദുരന്തത്തിന്റെ മറവിൽ ഊരാളുങ്ങൾ എന്ന് പറയുന്ന വെള്ളാനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ തീവെട്ടിക്കൊള്ളയെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയുമോ? ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ നിന്ന് കത്രിക എടുക്കുവാൻ മറന്നതും കൂട്ടിരിക്കുവാൻ പോയ ബൈസ്റ്റാൻഡർ കെട്ടിടമിടിഞ്ഞു വീണു മരിച്ചതും, ആശുപത്രിയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ ആരോ വന്ന് കുത്തിക്കൊന്നതും, ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും വലിയ നട്ടലായ നഴ്സുമാർ സ്ഥിരമായി സമരം ശമ്പളത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നതുമൊക്കെ ആരോഗ്യ മേഖലയിലെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. മരുന്നില്ലാത്ത മെഡിക്കൽ കോളേജും ശസ്ത്രക്രിയ മുടങ്ങിയ ICUവും എല്ലാം നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചകളായി മാറുമ്പോൾ ആരോഗ്യവകുപ്പ് എന്ത് ചെയ്തു എന്ന കാഴ്ച നമ്മൾ ഓർക്കണ്ടേ? ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ, ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ, ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ മറച്ചുപിടിച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമ്പോഴും കോവിഡിന്റെ മറവിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നമുക്ക് മറക്കുവാൻ കഴിയും. ബ്രൂവറി, ഡിസ്റ്റിലറി അഴിമതി ഉൾപ്പെടെ, സ്പ്രിംഗ്ലർ അഴിമതി ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നമുക്ക് മറക്കുവാൻ കഴിയുമോ? കേരളത്തിനെ ടൂറിസം മാപ്പിൽ പുതിയൊരിടം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് ലോക ഭൂപടത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിച്ച് ഈ സർക്കാരിന്റെ കെടുതികളെ നമുക്ക് മറക്കുവാൻ കഴിയും. ഡാം തുറന്നുവിട്ട് കേരളത്തെ പ്രളയത്തിൽ മുക്കി കൊല്ലുവാൻ ശ്രമിച്ച സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയും. കേരളത്തിലെ സ്കൂൾ കായിക താരങ്ങൾക്ക് അവശ്യ സൗകര്യങ്ങൾ ചെയ്യാത്തത് തൊട്ട് കായിക പ്രതിഭകളെ ആകെ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറ്റിച്ചത് അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ കായിക മേഖലയോടുള്ള അവഗണന നമുക്ക് മറക്കുവാൻ കഴിയും.